എല്ലാവർക്കും വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കപ്പ വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. ഒത്തിരി ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിലേക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് കപ്പ തോലൊക്കെ കളഞ്ഞിട്ട് വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഒരെണ്ണേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നോർമലായിട്ട് നമ്മൾ കൂട്ടാനൊക്കെ കഷ്ണങ്ങൾ അരിയണ മാതിരി അരിഞ്ഞിട്ട് വെച്ചാൽ മതി. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടികളൊക്കെ നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് പാനിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പാന് ലോ ഫ്ലെയിമിലാക്കി വെക്കാനായിട്ട് മറന്നു പോരുത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ. പാകത്തിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത് കരിയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നന്നായിട്ട് വറുത്ത് കിട്ടുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അതാണ് കേട്ടോ അതിൻ്റെ പാകം. കരിയരുത്. ഓഫ് ചെയ്ത ഉടനെ തന്നെ പാത്രം ആ അടുപ്പത്തിൻ്റെ മുകളിൽ നിന്ന് മാറ്റി വയ്ക്കുകയും വേണം കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനൊരു കുക്കറിലോട്ട് നമ്മുടെ ഈ കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2.5 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാട്ടിലത്തെ കപ്പയൊക്കെ ആണെങ്കിൽ ഇത്രയും വെള്ളം ചേർക്കേണ്ടി വരില്ല. ഒരു 2 ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു 1.25 ഗ്ലാസ് വെള്ളമൊക്കെ ചേർക്കേണ്ടി വരില്ല. അപ്പോൾ ഇവിടെ വേവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കപ്പ. അതുകൊണ്ടാണ് അധികം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൊടികളും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നില്ല. ഞാൻ ഇവിടെ വേവാത്ത കപ്പ നമുക്ക് കിട്ടുക. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് തീരെയും വേവില്ല. അപ്പോൾ നാട്ടിലത്തെ നല്ല കപ്പയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വേവുന്ന കപ്പയൊക്കെ ആണെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഒരു 3/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ, പെട്ടെന്ന് വേവുന്ന കപ്പയൊക്കെ ആണെങ്കിൽ ഒരു 1-2 വിസിലാകുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ 1-2 വിസിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇനി വേണ്ട അരപ്പൊക്കെ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ ഞാൻ ഇവിടെ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. ചിരകിയതാണെങ്കിൽ ചിരകിയതെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരമുറി ചെറിയ തേങ്ങയുടെ ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചിട്ട് അതവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഈ ഒരു വലുപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചിയും ഒരു 4-5 പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ മുളക് പൊടി എത്ര ചേർത്ത് വെച്ചാൽ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുക. പിന്നെ കരിവേപ്പില വേണം. കരിവേപ്പിലയും എടുത്ത് വയ്ക്കുക. ഈ ഇഞ്ചി പച്ചമുളക് മാത്രം ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മളിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാനായിട്ട് ചെറിയുള്ളി വേണം, അല്ലെങ്കിൽ ഒരു സവാള വേണം. അതും ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുക കേട്ടോ. ചെറിയുള്ളി ആണെങ്കിൽ ചെറിയുള്ളി അരിഞ്ഞ് വയ്ക്കുക, സവാള ആണെങ്കിൽ സവാള അരിഞ്ഞ് വയ്ക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ കപ്പ അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുക്കറൊക്കെ തുറന്ന് നോക്കുമ്പോഴേക്കും വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഇവിടെ ഏകദേശം ഒരു 10-12 വിസിലോളം നമുക്കിവിടെ കിട്ടുന്നൊരു കപ്പ എന്ന് പറയുന്നത് 10-12 വിസിലോളം അടിച്ചാലും ചെറിയ രീതിയിലൊക്കെയാണ് നമുക്ക് വെന്ത് കിട്ടുള്ളൂ. കാര്യമായിട്ട് വെന്തൊന്നും കിട്ടില്ല. അപ്പോൾ പക്ഷെ നല്ല സോഫ്റ്റുള്ള കപ്പയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കറി നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട്. ആദ്യം തന്നെ ഉപ്പ് ചേർത്തവർ ഈ ഒരു സമയത്ത് ചേർക്കരുത്. ഞാൻ ചേർക്കാത്തതുകൊണ്ട് ഈ ഒരു സമയത്ത് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഉപ്പൊക്കെ ഒന്ന് കപ്പയിലേക്ക് പിടിക്കാനായിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തിളച്ചിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിയ ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും പച്ചമുളക് അതുപോലെ കറിവേപ്പില ഇത് മൂന്നും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു പച്ചവാസനയോടുകൂടി ഇഞ്ചിയും പച്ചമുളകൊക്കെ ഉള്ളപ്പോഴാണ് കേട്ടോ ഈ ഒരു കപ്പയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് വറുത്തൊന്നും ചേർത്ത് കൊടുക്കാത്തത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ കൂട്ടും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യാനുസരണമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കൺസിസ്റ്റൻസി നമുക്കൊന്ന് ഇളക്കുമ്പോൾ എത്രയാണോ വെള്ളം ആവശ്യിച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊരു തിക്കായിട്ട് കിടക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ ലൂസാക്കിയിട്ട് വെള്ളം പോലെ ആക്കണ്ട. ചെറിയൊരു തിക്നെസ്സായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഒന്ന് ആറുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് കുറുകി വരും.
അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് നമുക്ക് മതിയോ നോക്കുക. ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/4 ടീസ്പൂണും കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല വേവാത്ത കപ്പ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടി കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തിളക്കരുത്, ഒരുപാട് തിളപ്പിച്ചെടുക്കരുത്. ഇങ്ങനെ ഇളക്കി നന്നായിട്ട് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. ഒരുപാട് തിളപ്പിച്ച് കഴിഞ്ഞാൽ തേങ്ങയൊക്കെ അങ്ങനെ പിരിഞ്ഞ പോലെയാവും. അപ്പോൾ ഇങ്ങനെ ഇളക്കിയിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് വേണ്ടൊന്ന് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക മാക്സിമം. ഇല്ലയെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ എടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാള, ചെറിയ ഉള്ളി ഇല്ല എന്നുള്ളൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ചേർക്കുക. ഞാൻ ഇപ്പോൾ സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിന് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഉള്ളവർ ചെറിയ ഉള്ളി തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കളർ ആവുന്ന വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ഈ ഒരു കറിയിലോട്ട് ഇത് കൊട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച ശേഷം മാത്രം ഇത് ഉപയോഗിക്കുക. അപ്പോൾ നല്ലൊരു അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ, വറുത്തിട്ടതിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് ആ കറിയിലേക്ക് ഇറങ്ങി കിട്ടും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട ആവശ്യാനുസരണം നല്ല തിക്കൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഗ്രേവിയാണ്. ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ഇടിയപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു ടേസ്റ്റാണ്. ചോറിന് എനിക്ക് അത്ര ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല, ചിലവർക്ക് ഇഷ്ടമാവുമായിരിക്കും. എനിക്കത്ര ഇഷ്ടമല്ല ചോറിന് കഴിക്കാനായിട്ട്. പക്ഷേ ദോശ, ഇഡ്ഡലി, ഇടിയപ്പത്തിനൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയാനായിട്ട് മറക്കരുത്. ഒരുപാട് നാടൻ കറികളുടെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.